Hi all, my name is Angelet and you're watching Way to Study Table. Today we're going to discuss the first chapter of basic science, that is towards a hundredfold yield. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ ആദ്യത്തെ ബേസിക് സയൻസ് ചാപ്റ്റർ ആയിട്ടുള്ള വിളയിക്കാം നൂറുമേനി. ഈ ഒരു ചാപ്റ്ററിന്റെ എല്ലാ ക്വസ്റ്റൻ ആൻസേഴ്സും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം വരുന്ന ഓരോ ദിവസങ്ങളിലും ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും 7th സ്റ്റാൻഡേർഡിന്റെ. ഓക്കെ, സോ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് നൗ. So നമ്മുടെ first question ആണ്, what are the factors to be considered for getting a good yield besides nurturing? So കൃഷി ചെയ്യുമ്പോൾ നല്ല വിളവ് കിട്ടാൻ വേണ്ടി എന്തൊക്കെ ഘടകങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്? യെസ്, ഗുഡ് സീഡ്സ്, പ്ലാന്റിംഗ് മെറ്റീരിയൽ ഷുഡ് ബി യൂസ്ഡ്. നല്ല വിത്ത്, അതുപോലെ നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കണം. ഫെർട്ടൈൽ സോയിൽ, മണ്ണ് എങ്ങനെയായിരിക്കണം? നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കണം. ഫേവറബിൾ ക്ലൈമറ്റ്, നല്ല അനുയോജ്യമായ കാലാവസ്ഥ. പെസ്റ്റ് ആൻഡ് വീഡ് ഷുഡ് ബി കൺട്രോൾഡ്. അതുപോലെ വളപ്രയോഗവും ജലസേചനവും നടത്തണം. ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇറിഗേഷൻ ഷുഡ് ബി ഡൺ. കീടങ്ങളെയും കളകളെയും എല്ലാം നിയന്ത്രിക്കണം. അതുപോലെ എന്ത് വേണം? ഫെർട്ടിലൈസേഷൻ, വളപ്രയോഗവും ജലസേചനവും എല്ലാം വളരെ ആവശ്യമാണ്. ഓക്കെ, സോ വിച്ച് സ്റ്റേജ് ഈസ് സ്യൂട്ടബിൾ ഫോർ കളക്ടിങ് സീഡ്സ്? ദ ഫസ്റ്റ് ഫോംഡ്, മിഡ് ഫോംഡ് ഓർ ദോസ് ഫോംഡ് അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ്സ് ഗ്രോയിങ് സ്റ്റേജ്. നമ്മൾ നല്ല വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ഏത് ടൈമിലുള്ള നമ്മൾ സീഡ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? സീഡ് ഷുഡ് ബി കളക്റ്റഡ് ഫ്രം ദ റൈപ്പൻഡ് ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ മിഡിൽ ഓഫ് ദി ലൈഫ് സ്പാൻ. അല്ലേ, ആ കറക്റ്റ് ആ ഒരു മിഡിൽ ലൈഫ് സ്പാനിലുള്ള വിത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? സെലക്ട് ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു ടേബിൾ കാണാം. ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് സീഡ്സ്. വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, സോ പ്ലാന്റ് സെലക്ടഡ് ഫോർ സീഡ് കളക്ഷൻ. നമ്മൾ ആ വിത്ത് എടുക്കുമ്പോൾ ആ ചെടി എങ്ങനത്തെ ചെടിയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഹൈ ഈൽഡിങ് ആൻഡ് ഹെൽതി പ്ലാന്റ്. അല്ലേ, നല്ല കായ്ഫലമുള്ള ഒരു ചെടിയായിരിക്കണം. അതുപോലെ തന്നെ ആരോഗ്യമുള്ള ചെടിയായിരിക്കണം. ആൻഡ് ദെൻ ഫ്രൂട്ട് സെലക്ടഡ് ഫോർ സീഡ് കളക്ഷൻ. വിത്തിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഫലം, ആ ഫ്രൂട്ട് എങ്ങനെയായിരിക്കണം? ഫ്രൂട്ട് ഫോംഡ് അറ്റ് ദ മിഡിൽ ഓഫ് പ്ലാന്റ്സ് ലൈഫ് സ്പാൻ. അതെ, മധ്യകാലത്തുണ്ടായ ഫലമായിരിക്കണം. അതുപോലെ ഫുള്ളി റൈപ്പ് ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല മൂപ്പെത്തിയതായിരിക്കണം. ഓക്കെ, ഓൾസോ സീഡ് സെലക്ഷൻ, നമ്മൾ എങ്ങനത്തെ സീഡ്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത്? ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്. അതെ, നല്ല കറക്റ്റ് ആകൃതിയുള്ളതും. ഹാവ് നോർമൽ വെയിറ്റ്, നല്ല വെയിറ്റ് ഉള്ളതും. അതുപോലെ നോർമൽ ആയിട്ടുള്ള സൈസ് ഉള്ളതും. അങ്ങനെയായിട്ടുള്ള സീഡ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. From which parts of these plants do saplings form? അപ്പം നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വിത്തില് തൈകൾ ഉണ്ടാകുന്ന ചില സസ്യങ്ങൾ. അപ്പം ഈ സസ്യങ്ങളൊക്കെ വിത്തിൽ നിന്നല്ലാതെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? കറി ലീഫ് പാൻ, അതായത് നമ്മുടെ കറിവേപ്പ് എങ്ങനെ ഉണ്ടാവുന്നത്? സീഡ്സിലൂടെ, വേരിലൂടെ, അതുപോലെ റൂട്ടിലൂടെയാണ് ഉണ്ടാകുന്നത്. അല്ലേ, കറിവേപ്പില ഉണ്ടാകുന്നത് റൂട്ടിലൂടെയാണ്. ജിഞ്ചർ പ്ലാന്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സ്റ്റെമ്മിലൂടെ. ബ്രയോഫിലം എങ്ങനെ ഉണ്ടാകുന്നത്? ലീഫിലൂടെ. അതുപോലെ പെപ്പർ പ്ലാന്റ്, കുരുമുളക് എങ്ങനെയാണ്? തണ്ടിലൂടെയാണ്, സ്റ്റെമ്മിലൂടെയാണ്. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും. സോ സീഡ്സ് ആർ ഫോംഡ് ത്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സീഡ്ലിങ്സ് ആർ ജെർമിനേറ്റഡ് ഫ്രം സീഡ്സ്. അപ്പം എന്താ ഇവിടെ പറയുന്നത്? യെസ്, വിത്തുകൾ വഴി ഉണ്ടായി വരുന്ന പ്രത്യുൽപാദനമാണ് ലൈംഗിക പ്രത്യുൽപാദനം. ഓക്കെ, അതുപോലെ ദ ഫോർമേഷൻ ഓഫ് ന്യൂ സാപ്ലിങ്സ് ഫ്രം ദ വെജിറ്റേറ്റീവ് പാർട്സ് ലൈക്ക് root, stem, leaf and underground stem is called vegetative propagation. This is a kind of sexual reproduction. അപ്പം എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്? ഒരു സസ്യത്തിന്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, അവയിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടാക്കുന്ന ആ ഒരു പ്രക്രിയയാണ് എന്ത്? കായിക പ്രജനനം. ഇതെന്താണ്? അലൈംഗിക പ്രത്യുൽപാദനമാണ്, എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. Right, examples for plants formed through sexual reproduction and vegetative propagation. So ഈ ഒരു രീതിയിൽ കൂടി വരുന്ന പ്ലാന്റ്സിന്റെ എക്സാമ്പിൾസ് ആണ് ചോദിച്ചേക്കുന്നത്. സോ സെക്ഷൽ റീപ്രൊഡക്ഷന് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? പീസ്, ഗ്രീൻ ചില്ലി, ടൊമാറ്റോ, പംകിൻ, പപ്പായ. അതുപോലെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നമുക്ക് പൊട്ടാറ്റോ, സ്വീറ്റ് പൊട്ടാറ്റോ, ഗാർലിക്, ജിഞ്ചർ, റോസ്, ഇതെല്ലാം അതിന്റെ എക്സാമ്പിൾസ് ആണ്. Find out examples for plants which reproduce through vegetative propagation and sexual reproduction.
ഇനി നമുക്ക് കുറച്ച് ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ റൂട്ടിലൂടെ നമുക്ക് ഏതൊക്കെ നമുക്ക് ചെടികൾ വളർത്തിയെടുക്കാൻ പറ്റും? കറിവേപ്പ്, അതുപോലെ നീം, ദാറ്റ് ഈസ് വേപ്പ് അല്ലേ. സ്റ്റെമ്മിലൂടെ നമുക്ക് എങ്ങനെ ചെടി നമുക്ക് എടുക്കാം? ഷൂ ഫ്ലവറും ടപ്പിയോക്ക, മുരിങ്ങയ്ക്ക, അതുപോലെ ചെമ്പരത്തി, പിന്നെന്താ മരച്ചീനി, ഇതൊക്കെ നമുക്ക് സ്റ്റെമ്മിലൂടെ നമുക്ക് പുതിയ പ്ലാന്റ് എടുക്കാം അല്ലേ. അതുപോലെ ലീഫ്, ബ്രയോഫിലം, ബെഗോണിയ, അതുപോലെ സ്നേക്ക് പ്ലാന്റ്. ഓക്കെ. ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിലൂടെ നമുക്ക് ഏതൊക്കെ ചെടികൾ, പുതിയ ചെടികൾ, തൈച്ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും? യെസ്, ജിഞ്ചർ, ഓണിയൻ ഒക്കെയാണ് അതിന്റെ എക്സാമ്പിൾ. അതുപോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ, വിത്തിലൂടെ എന്തൊക്കെയാണ് എക്സാമ്പിൾസ്? ടൊമാറ്റോ, ബ്രിഞ്ചോൾ. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ലെയറിംഗ്. എന്താണ് ലെയറിംഗ് അല്ലെങ്കിൽ എന്താണ് പതിവയ്ക്കൽ? സോ ഈ ഒരു പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ 3 സ്റ്റേജസ് ആണ് ഉള്ളത്. ഓക്കെ. സോ 3 സ്റ്റേജസ് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഒപ്പം എന്താണ് ലെയറിംഗ്? ലെയറിംഗ് ഇസ് ദ പ്രാക്ടീസ് ഓഫ് പ്രൊഡ്യൂസിംഗ് പ്ലാന്റ്ലെറ്റ്സ് ബൈ കട്ടിംഗ് and planting the stem of a mother plant after generating roots from it. അതെ, മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് എന്ത്? പതിവയ്ക്കൽ. ഓക്കെ. സോ ഈ ഒരു പ്രോസസ്സ് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. എന്താ ചെയ്യേണ്ടത്? സെലക്ട് പെൻസിൽ സൈസ് സ്റ്റെം ഓഫ് ദി മദർ പ്ലാന്റ്. ഇറ്റ് ഈസ് ബെറ്റർ ടു സെലക്ട് ഇറ്റ് ഫ്രം ദ മെയിൻ സ്റ്റെം. മേക്ക് എ കട്ട് ഓഫ് 2 to 3 centimeter length in a circular shape on the bark in between 2 nodes of the stem. അതായത് എന്ത് ചെയ്യണം? മാതൃസസ്യത്തിൽ നിന്ന് നമ്മൾ പെൻസിലിന്റെ വണ്ണമുള്ള ഒരു കമ്പ് നമ്മൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് അതിൽ എന്താ ചെയ്യേണ്ടത്? അത് പ്രധാന തടിയിൽ നിന്നുള്ളതാണ്. അതുപോലെ കൂടുതൽ അങ്ങനത്തെ സ്റ്റെമ്മാണ് ഏറ്റവും നല്ലത്. ഓക്കെ. ദെൻ എന്ത് ചെയ്യണം? ഒരു 2 to 3 centimeter നീളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? സർക്കിൾ ആയിട്ട് നമ്മൾ അതിന്റെ സർക്കിൾ ഷേപ്പിൽ നമ്മളത് ചെത്തി മാറ്റണം. സ്റ്റേജ് 2 എന്ന് പറയുന്നത് എന്താണ്? അപ്ലൈ എ സ്ലൈറ്റ്ലി വെറ്റ് മിക്സ്ചർ ഓഫ് കൊക്കോ പീറ്റ്, soil and cow dung powder to this area. Wrap this area with a polythene bag. Water the area if required. അതായത് ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി ഇതൊക്കെ ചേർത്ത് ആ മിശ്രിതം നമ്മൾ എന്ത് ചെയ്യണം? നനവോടെ ഈ ഭാഗത്ത് വെച്ച ശേഷം ഒരു കവർ ഉപയോഗിച്ച് പൊതിഞ്ഞു കെട്ടണം. ഓക്കെ. ആവശ്യമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കണം. സ്റ്റേജ് 3 എന്ന് പറയുന്നത് റൂട്ട്സ് വിൽ സ്പ്രൗട്ട് ഇൻ ദ ഏരിയ ഓഫ് ലെയറിംഗ് വിത്തിൻ 2 months. 2 മാസത്തിനുള്ളിൽ തന്നെ പതിവച്ച ഭാഗത്ത് ധാരാളം നമുക്ക് വേരുകൾ കാണാൻ കഴിയും. എന്നിട്ട് എന്ത് ചെയ്യണം? കട്ട് ദ സ്റ്റെം ജസ്റ്റ് below the area of layering and this can be planted in a flower pot or grow bag. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ വേര് മുളച്ച കമ്പ് നമ്മൾ എന്ത് ചെയ്യണം? പതിവെപ്പിന് അതിന് താഴെ മുറിച്ചെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ നമുക്ക് നടാവുന്നതാണ്. When it starts growing, it can be replanted in the soil. അത് വളർന്നു തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മണ്ണിലേക്ക് മാറ്റി നടാം. What is layering? എന്തിനാണ് നമ്മൾ ലെയറിംഗ് എന്ന് പറയുന്നത്? ലെയറിംഗ് is the practice of producing plantlets by cutting and planting the stem of a mother plant after generating roots from it. Layering is effective in plants like ഏതൊക്കെ ചെടികളിലാണ് പതിവയ്ക്കൽ ഫലപ്രദമാകുന്നത്? യെസ്, ജാസ്മിൻ, റോസ്, ഹിബിസ്കസ്, കാഷ്യൂ, സപ്പോട്ട, പിച്ചി, മുല്ല, അതുപോലെ റോസ്, ചെമ്പരത്തി, കശുമാവ്, സപ്പോട്ട, ഇതിലെല്ലാം പതിവയ്ക്കൽ നല്ല ഫലപ്രദമായ സസ്യങ്ങളുടെ ഉദാഹരണങ്ങളാണ്. വാട്ട് ഈസ് സെർപെന്റൈൻ ലെയറിംഗ്? എന്താണ് നാഗപതിവയ്ക്കൽ? In plants like pepper, layering can be done by bending the long branches into the soil and covering the branches with soil at intervals. In this way, multiple saplings can be produced simultaneously from a single branch. അതുപോലെ എന്ന് പറഞ്ഞാൽ എന്താണ്? കുരുമുളക് പോലുള്ള നമ്മുടെ ചെടികളുണ്ടല്ലോ, അതിന് നീളമുള്ള ശാഖകൾ, അതിന്റെ ബ്രാഞ്ചസ് നമുക്ക് എന്ത് ചെയ്യാം? മണ്ണിനടിയിലേക്ക് ഇങ്ങനെ വളച്ചു വെച്ച് നമുക്ക് ഇടവിട്ട് മണ്ണിട്ട് മൂടി പതിവെക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു രീതിയിൽ ഒരേ സമയം നമുക്ക് ഒന്നിലധികം തൈകൾ എന്ത് ചെയ്യാം? ഈ ഒരു ബ്രാഞ്ചിൽ നിന്ന് നമുക്ക് ലഭിക്കും. സോ ഈ രീതിയിൽ പതിവെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെർപെന്റൈൻ ലെയറിംഗ് എന്ന് പറയുന്നത്. Plants with different layering methods. പല ലെയറിംഗ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ 2 എക്സാമ്പിൾസ് ആണ് എയർ ലെയറിംഗ്, അതുപോലെ തന്നെ സെർപെന്റൈൻ ലെയറിംഗ്. ഓക്കെ. സോ വായുവിൽ പതിവെക്കൽ, അതിന്റെ എക്സാമ്പിൾസ് ആണ് ഗുവാവ, കാഷ്യൂ ട്രീ, സപ്പോട്ട, റോസ്, അതുപോലെയുള്ള മറ്റുള്ള ഫ്രൂട്ട്സ് ഒക്കെ. പിന്നെ സെർപെന്റൈൻ ലെയറിംഗിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ബോഗൻവില്ല, ജാസ്മിൻ, പെപ്പർ, അങ്ങനെയൊക്കെ ഉള്ളത്. ഓക്കെ. ലിസ്റ്റ് ഔട്ട് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ത്രൂ ലെയറിംഗ്. ലെയറിങ്ങിലൂടെ, പതിവയ്ക്കലിലൂടെ ഉൽപ്പാദിക്കപ്പെടുന്ന സസ്യങ്ങളിൽ എന്തൊക്കെ ഗുണങ്ങളും ദോഷങ്ങളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്?
ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ അഡ്വാൻറ്റേജസ് possess the qualities of mother plant. മാതൃസസ്യത്തിന്റെ എല്ലാ ഗുണങ്ങളും എന്തിനുണ്ടാകും? ആ ഒരു ചെടിക്കുണ്ടാകും. അതുപോലെ തന്നെ early flowering and fruiting. വേഗത്തിൽ പൂക്കുകയും അതുപോലെ കായ്ക്കുകയും ചെയ്യും. ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ദോഷങ്ങൾ സ്മോൾ സൈസ് ആൻഡ് ഷോർട്ട് ലൈഫ് സ്പാൻ. യെസ്, ഈ ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ആബ്സെൻസ് ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റം, തായ് വേര് പടലം ഉണ്ടായിരിക്കില്ല. റിക്വയർ മോർ കെയർ, കൂടുതൽ പരിചരണം ആവശ്യമാണ്. നമുക്ക് നോക്കാം അടുത്ത വാട്ട് ഈസ് ഗ്രാഫ്റ്റിംഗ്. എന്താണ് കമ്പോട്ടിക്കൽ? Grafting is a method of production of saplings by joining the stem of a superior quality plant with another plant that has roots and belongs to the same species. Plant that has roots selected for grafting is called rootstock and the stem which is joined to it is called scion. സോ ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതുപോലെ അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയും മറ്റൊരു സസ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒട്ടിച്ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു രീതിയാണ് എന്ത്? കമ്പൊട്ടിക്കൽ. സോ ഒട്ടിക്കാനായി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ ഒരു വേരുണ്ടല്ലോ, അത് റൂട്ട് സ്റ്റോക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ ഒട്ടിക്കുന്ന കമ്പിന് നമ്മൾ എന്ത് പറയും? സയൺ എന്നുമാണ് പറയുന്നത്. The rooted plant selected for grafting is called stalk. കമ്പൊട്ടിക്കലിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന വേരോടുകൂടിയ റൂട്ടുള്ള ആ ഒരു ചെടി എന്താണ്? സ്റ്റോക്ക് ആണ്. The branch selected for grafting is called scion. അതുപോലെ കമ്പൊട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ചെടിയുടെ കൊമ്പിനെ, ആ ഒരു ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരെന്താണ്? സയൻ. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ഗ്രാഫ്റ്റിംഗ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നിങ്ങൾ പോകണം കേട്ടോ. ഇതൊന്ന് മനസ്സിലാക്കണം, കാരണം അത് എക്സാമിന് ഇങ്ങനെ വരാം. വാട്ട് എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ഗ്രാഫ്റ്റിംഗ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ചൂസ് എ മാംഗോ പ്ലാന്റ് ഓഫ് മൂവാണ്ടൻ വെറൈറ്റി ഓഫ് 6 months to 1 year. ദിസ് പ്ലാന്റ് വിത്ത് റൂട്ട് ഈസ് കോൾഡ് റൂട്ട് സ്റ്റോക്ക്. അതായത് ഒരു 6 മാസം തൊട്ട് ഒരു വർഷം വരെ പ്രായമുള്ള ഒരു മൂവാണ്ടൻ മാവിന്റെ എന്ത് ചെയ്യണം? ഒരു തൈ നമ്മൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് വേരോട് കൂടി ഈ ഒരു റൂട്ട്, ഇതിനെയാണ് നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത്. Cut a stem that has the same size as the root stock from a high yielding tree of നീലം variety. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? യെസ്, നീലം വെറൈറ്റിയുടെ ഇതേ വണ്ണമുള്ളൊരു കമ്പ് നമ്മൾ മുറിച്ചെടുക്കണം. അതിനെ നമ്മൾ സയൺ എന്ന് പറയും. എ സ്റ്റെം വിച്ച് ഹാസ് ന്യൂലി ഫോം ബഡ്സ് ഷുഡ് ബി സെലക്ടഡ് ആസ് സയൺ. എങ്ങനത്തെ നമ്മൾ സ്റ്റെം ആണ് സെലക്ട് ചെയ്യേണ്ടത്? പുതിയ മുകളങ്ങൾ വരാൻ തുടങ്ങിയ കമ്പാണ് നമ്മൾ സയൻ ആയിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. കട്ട് ദ റൂട്ട് സ്റ്റോക്ക് അറ്റ് 15 cm ഫ്രം ദ ബോട്ടം ടു ജോയിൻ ദ സയൻ. ഇനി കമ്പ് ഒട്ടിക്കാനായി നമ്മൾ എന്ത് ചെയ്യണം? റൂട്ട് സ്റ്റോക്കിന്റെ അടിവശത്ത് നിന്നും 15 cm മുകളിൽ വെച്ച് നമ്മൾ മുറിച്ചു മാറ്റണം. മേക്ക് എ 4 cm ഡീപ് കട്ട് അലോങ് ദ സെന്റർ ഓഫ് ദിസ് റൂട്ട് സ്റ്റോക്ക് യൂസിങ് എ നൈഫ്. ഇനി നമ്മളൊരു ഒരു കത്തി ഉപയോഗിച്ച് എന്ത് ചെയ്യണം? 4 cm നീളത്തിൽ അതിന്റെ താഴേക്ക് മുറിക്കണം. മേക്ക് ടാപ്പേർഡ് കട്ട്സ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ബോട്ടം ഓഫ് ദ സയൻ. സയനിന്റെ അടിഭാഗം രണ്ട് വശവും നമ്മൾ ചരിച്ച് ചെത്തണം. ഇൻസേർട്ട് ദ സയൻ ഇൻ ടു ദ ഗ്യാപ്പ് മെയ്ഡ് ഇൻ ദ റൂട്ട് സ്റ്റോക്ക് ആൻഡ് ബൈൻഡ് ഇറ്റ് വിത്ത് എ പോളിത്തീൻ ടേപ്പ്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പോളിത്തീൻ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഈ റൂട്ട് സ്റ്റോക്ക് ഉണ്ടാക്കി വിടവിലേക്ക് നമ്മൾ സയൻ വെച്ചിട്ട് അത് നമ്മൾ ചുറ്റി കെട്ടണം. Once the scion gets joined with the stalk and begins to grow, the sapling can be replanted at a more convenient place. ഈ സയൻ സ്റ്റോക്കിനോട് ഒട്ടി വളർന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ചെടി നമുക്ക് സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റി നടാം. What are the advantages of producing saplings through grafting? ഈ ഒരു കമ്പോട്ടിക്കൽ വഴി നമ്മൾ തൈ ഉണ്ടാക്കുന്നതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉള്ളത്? ഏർലി ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ്. വേഗത്തിൽ നമുക്ക് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അതുപോലെ ഡിസീസ് റെസിസ്റ്റൻസ് ആണ്, കുറഞ്ഞ പരിചരണം മതിയാകുക. അതുപോലെ ഇംപ്രൂവ്ഡ് ഈൽഡ്, നല്ല ഒരുപാട് നമുക്ക് കായിക ഫലവും കിട്ടും. എ സാപ്ലിംഗ് ഈസ് ടു ബി പ്രൊഡ്യൂസ് ത്രൂ ഗ്രാഫ്റ്റിംഗ് യൂസിംഗ് മൽഗോവ ആൻഡ് ഗോമ, which is an indigenous variety of mango tree. Which should be the rootstock? Which should be the scion? അപ്പോൾ നമ്മൾ എന്തിനെയാണ് റൂട്ട് സ്റ്റോക്ക് ആയിട്ട് എടുക്കുന്നത്, അതുപോലെ എന്തിനെയാണ് നമ്മൾ സയൻ ആയിട്ട് എടുക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. സോ നമ്മൾ റൂട്ട് സ്റ്റോക്ക് ആയിട്ട് എന്തിനെ നമ്മൾ എടുക്കുന്നത്? ഗോമാവിനെ. അതുപോലെ സയൻ ആയിട്ട് എന്തിനെ എടുക്കും? മൽഗോവ. ഇനി ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ബഡ്ഡിംഗ്? എന്താണ് ബഡ്ഡിംഗ്? യെസ്, budding is the method of producing superior quality planting material by joining the bud of a superior quality plant with another plant that has root and belongs to the same species. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ മുകളവും അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന ആ ഒരു രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബഡ്ഡിംഗ് അല്ലെങ്കിൽ മുകളം ഒട്ടിക്കൽ എന്ന് പറയുന്നത്.
അടുത്ത ബഡിങ്ങിന്റെ പ്രോസസ്സാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 4 സ്റ്റേജസ് ഉണ്ട്. നിങ്ങളത് റീഡ് ചെയ്ത് നോക്കണം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ബഡിങ് എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ നല്ല ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മളൊരു പ്ലാവിന്റെ ഒരു ബ്രാഞ്ച് എടുത്തിട്ട് അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും? തൊലിയോടുകൂടി ചെത്തിയെടുക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനെയാണ് സൈൻ എന്ന് പറയുന്നത്. എന്നിട്ട് ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ വളർത്തിയ നാടൻ ഇനത്തിൽപ്പെട്ട പ്ലാവിന്റെ തൈയിൽ നിന്നും മുകുളം മുട്ടിക്കാനുള്ള സ്ഥലത്തെ നമുക്ക് പുറം തൊലി നമുക്ക് ചെത്തി മാറ്റിയെടുക്കാം. അപ്പൊ സ്റ്റേജ് 3 എന്താണ്? Attach the sign with a polythene tape to the area of the rootstock. നമ്മൾ സ്റ്റേജ് 3 എന്ന് പറയുമ്പോൾ റൂട്ട് സ്റ്റോക്കിൽ തൊലി നീക്കിയ ആ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? സയൻ വെച്ച് മുകുളം പുറത്ത് കാണുന്നവരെ നമ്മൾ പൊളിത്തീൻ ടേപ്പ് കൊണ്ട് നമ്മൾ പൊതിഞ്ഞു കെട്ടണം. സ്റ്റേജ് 4 എന്ന് പറയുമ്പോൾ when the bud starts to grow well, ആ മുകുളം നന്നായി വളർന്നു വരുമ്പോൾ എന്ത് ചെയ്യണം? റിമൂവ് ദ അപ്പർ പോർഷൻ ഓഫ് ദ സ്റ്റോക്കിന്റെ മുകൾ ഭാഗം നമ്മൾ മുറിച്ചു മാറ്റുക. The sapling can be replanted in soil when the bud is grown. മുകുളം വളർന്നു വന്നതിന് ശേഷം നമുക്ക് ഈ തൈ എന്ത് ചെയ്യാം? പറമ്പിലേക്ക് നമുക്ക് മാറ്റി നടാം. Examine the stages of artificial pollination. കൃത്രിമ പരാഗണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെ സ്റ്റേജസ് ആണുള്ളത്? To prevent self-pollination, remove stamens from the flowers in which artificial pollination is to be done. സ്വപരാഗണം തടയുന്നതിന് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ നമ്മൾ എന്ത് ചെയ്യണം? കേസരങ്ങൾ മുറിച്ചു മാറ്റണം. The flower is wrapped well to prevent the pollen grains from other flowers falling on it. എന്നിട്ട് ഈ പൂവിന്റെ മറ്റു പൂകളിൽ നിന്നുള്ള പരാഗണ രേണുക്കൾ എത്താതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പൂവ് പൊതിഞ്ഞ് കെട്ടിവെക്കണം. Pollen grains from flowers of a plant belonging to the same species but having different qualities are collected using a brush. ഇനി ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയിലെ പൂവിൽ നിന്ന് നമ്മൾ പരാഗരേണുക്കൾ നമ്മൾ എന്ത് ചെയ്യണം? ബ്രഷിൽ ശേഖരിക്കണം. Pollen grains thus collected are deposited on the stigma of the flower which is to be pollinated artificially. ഇങ്ങനെ നമ്മൾ ശേഖരിച്ച ആ രേണുക്കൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിന്റെ പരാഗണ സ്ഥലത്ത് പതിപ്പിക്കുന്നു. The flower is wrapped again to prevent pollination. മറ്റു പൂക്കളിൽ നിന്ന് പരാഗണം തടയുന്നതിനായി നമ്മൾ എന്ത് ചെയ്യണം? ഈ പൂ വീണ്ടും നമ്മൾ പൊതിഞ്ഞ് കെട്ടണം. സോ ഇതാണ് ആർട്ടിഫിഷ്യൽ പോളിനേഷന്റെ ആ ഡിഫറെന്റ് സ്റ്റേജസ്. What is hybridization? എന്താണ് വർഗസങ്കരണം? Hybridization is a method of production of seeds by artificially pollinating two plants which have different qualities and belong to the same species. അതായത് ഒരേ വർഗത്തിൽപ്പെട്ടതും പക്ഷെ വ്യത്യസ്ത ഗുണങ്ങളും ഉള്ളതായ രണ്ട് ചെടികൾ അവരെ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിന്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്? വർഗസങ്കരണം എന്ന് പറയുന്നത്. From the seeds thus produced, those with superior quality are collected. ഇങ്ങനെ ഉണ്ടാക്കുന്ന വിത്തുകളിൽ നിന്നും ഗുണമേന്മയുള്ള വിത്തുകൾ എന്ത് ചെയ്യും? തിരഞ്ഞെടുക്കുന്നു. അപ്പം these are the hybrid seeds. ഇവരെ നമ്മൾ എന്താ പറയുന്നത്? സങ്കരയിന വിത്തുകൾ എന്നാണ് പറയുന്നത്. സോ കുറച്ച് ചെടികളും അവരുടെ ഹൈബ്രിഡ് സീഡ്സുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ റീഡ് ചെയ്തിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ എക്സാം അറ്റംപ്റ്റ് ചെയ്യണം. കാരണം നെയിം ദ ഫോളോയിങ് അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് മാത്സിലൊക്കെ ഇത് വരാൻ ഒത്തിരി ചാൻസസ് ഉള്ള ഒരു പോർഷൻ ആണ് ഈ ഒരു പോർഷൻ. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് അഗ്രികൾച്ചറൽ റിസർച്ച് സെന്റേഴ്സ് ഇൻ കേരള. കേരളത്തിൽ നമ്മൾ പ്രധാന കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്നാണ്. സോ ഈ ഒരു പോർഷൻ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് പോകണം. ഓക്കെ, സോ ഏതൊക്കെയാണ് നമ്മുടെ കേരളത്തിലുള്ളത്? ഒന്നാമത് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, മണ്ണൂത്തി, തൃശ്ശൂർ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരളത്തിലെ അഗ്രികൾച്ചറൽ റിസർച്ച് സെന്റർ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാല. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീകാര്യം, തിരുവനന്തപുരം. അതുപോലെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം മറ്റൊരു റിസർച്ച് സെന്റർ ആണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, കോട്ടയം. ആൻഡ് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കാസർഗോഡ്. ഇതെല്ലാം ഒന്ന് റീഡ് ചെയ്ത് വെക്കണം. ഓക്കെ, Can good quality seeds alone give a better yield? What other things are to be considered for a better yield? അതായത് മികച്ച വിളവ് ലഭിക്കാൻ വിത്തിന്റെ ഗുണമേന്മയ്ക്ക് പുറമെ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഫെർട്ടൈൽ സോയിൽ, പെസ്റ്റ് കൺട്രോൾ, വീഡ് കൺട്രോൾ, ഗുഡ് ക്ലൈമറ്റ്, പ്രോപ്പർ മാനുറിംഗ്, പ്രോപ്പർ ഇറിഗേഷൻ. വളക്കൂറുള്ള മണ്ണ്, അതുപോലെ കീടനിയന്ത്രണം, കളനിയന്ത്രണം, ശരിയായ കാലാവസ്ഥ, ശരിയായ വളപ്രയോഗം, ജലസേചനം, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് അല്ലേ? Proper application of fertilizations is required for better yield. Which of the fertilizers
commonly used by the farmers of your locality. നല്ല വിളവ് ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ശരിയായ വളപ്രയോഗം ഉപയോഗിക്കണം അല്ലേ? അപ്പം നിങ്ങളുടെ ആ ഏരിയയിൽ, നിങ്ങളുടെ പ്രദേശത്ത് കർഷകർ സാധാരണ ഏതെല്ലാം വളങ്ങളാണ് ഉപയോഗിക്കാറുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൗഡങ്, യൂറിയ, കമ്പോസ്റ്റ് മാനർ, ബോൺ മീൽ, ഗ്രീൻ മാനൂർ, ഫിഷ് മാനൂർ, പോൾട്രി ഡ്രോപ്പിംഗ്സ്, ഗോഡ് ഡ്രോപ്പിംഗ്സ്. സോ ഇതെല്ലാം കുറച്ച് എക്സാമ്പിൾസ് ആണ്. ചാണകം, യൂറിയ, കമ്പോസ്റ്റ് വളം, എല്ലുപൊടി, കോഴിക്കാഷ്ടം, ആട്ടിൻകാഷ്ടം, മീൻ വളം, മണ്ണിര കമ്പോസ്റ്റ്, അതുപോലെ പച്ചില വളം. നെക്സ്റ്റ് കംപ്ലീറ്റ് ദ ടേബിൾ ആണ് ഓർഗാനിക് ഫെർട്ടിലൈസറും അതുപോലെ കെമിക്കൽ ഫെർട്ടിലൈസറും. ഓർഗാനിക് ഫെർട്ടിലൈസർ എന്തൊക്കെയാണ്? കൗഡങ്, ചിക്കൻ മാന്യൂർ, കോമ്പോസ്റ്റ്, ബോൺ മീൽ, ചാണകം, അതുപോലെ എന്താണ് കോഴിക്കാഷ്ടം അല്ലെങ്കിൽ ആട്ടിൻകാഷ്ടം, കമ്പോസ്റ്റ്, മീൻ വളം, പിന്നെന്താ മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി, ഇതൊക്കെ ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസർ ആണ്. എന്തൊക്കെയാണ് കെമിക്കൽ ഫെർട്ടിലൈസർ? യൂറിയ, അതുപോലെ NPK വളങ്ങൾ, അമോണിയം നൈട്രേറ്റ്, പിന്നെന്താണ് സൂപ്പർ ഫോസ്ഫേറ്റ്, ഇതൊക്കെ എന്താണ്? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണ്. ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ദ ഗ്രീൻ റെവല്യൂഷൻ? ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? യെസ്, ഡോക്ടർ MS സ്വാമിനാഥൻ. Which method can be applied for using organic fertilizer and chemical fertilizer? ജൈവവളങ്ങളുടെയും രാസവളങ്ങളുടെയും ഉപയോഗത്തിൽ നാം എന്താണ് ശ്രദ്ധിക്കേണ്ടത്? Yes, organic and chemical fertilizers have their own merits and demerits. So the mixed method of applying more organic fertilizers and lesser quantity of chemical fertilizers is more desirable. അതായത് ജൈവവളങ്ങൾക്കും രാസവളങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് തന്നെ നമ്മൾ ജൈവവളം കൂടുതലും അതുപോലെ രാസവളം നമ്മൾ കുറച്ചും ഉപയോഗിച്ച് വേണം. സമ്മിശ്ര വളപ്രയോഗ രീതിയാണ് നമുക്ക് എപ്പോഴും ബെസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് നോക്കുന്ന ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. ജൈവവളങ്ങളും രാസവളങ്ങളും തമ്മിലുള്ള എന്തൊക്കെ പ്രത്യേകതകളാണ്? സോ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? ഓർഗാനിക് മാറ്ററിൽ നിന്നാണ് അല്ലെ? ജൈവ വസ്തുക്കളിൽ നിന്നാണ് നമുക്കത് ലഭിക്കുന്നത്. അതുപോലെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം കെമിക്കൽസ് ഇൻഡസ്ട്രിയലി. രാസവസ്തുക്കൾ ഉപയോഗിച്ച് വ്യാവസായികമായി നമ്മൾ നിർമ്മിക്കുന്നതാണ് എന്ത്? രാസവളങ്ങൾ. റിക്വയർഡ് ഇൻ ഹയർ ക്വാണ്ടിറ്റി, നമുക്ക് കൂടുതൽ അളവിലാണ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആവശ്യമായിട്ടുള്ളത്. പക്ഷെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ കുറഞ്ഞ അളവിലാണ്, ലെസർ ക്വാണ്ടിറ്റിയിലാണ് യൂസ് ചെയ്യുന്നത്. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് നോട്ട് ഹാർംഫുൾ ടു സോയിൽ, മണ്ണിന് ദോഷകരമല്ല. പക്ഷേ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എക്സസ് യൂസ് ഡിസ്ട്രോയ്സ് സോയിൽ സ്ട്രക്ചർ, അമിതമായ ഉപയോഗം മണ്ണിന്റെ ഘടനയെ നശിപ്പിക്കുന്നു. cannot be supplied as a single component, ഒരു നിശ്ചിത ഘടകം മാത്രമേ നമുക്ക് നൽകാൻ കഴിയുകയില്ല. But chemical fertilizers can be supplied as per the requirement, ആവശ്യമായുള്ള ഘടകം മാത്രമായിട്ട് നമുക്ക് നൽകാൻ കഴിയും. What is microbial fertilizer? എന്താണ് ജീവാണുവളം? In this method of application of fertilizers, microbes are used as fertilizers. Examples ആണ് Pseudomonas, അതുപോലെ തന്നെ Azospirillum. സോ സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ് എന്ത്? ജീവാണു വളപ്രയോഗം. Give example of chemical pesticides and organic pesticides. എന്തൊക്കെ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും? യെസ്, ജൈവ കീടനാശിനികളാണ് DDT, ജൈവയല്ല കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആണ് എന്ത്? DDT, എൻഡോസൾഫാൻ, അതുപോലെ കാർബോഫുറിൻ ആൻഡ് മെലാത്തിയോൺ. ബട്ട് ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് എന്തൊക്കെയാണ്? യെസ്, ടൊബാക്കോ ഡിക്കോക്ടൻ, നീം ഓയിൽ എമൽഷൻ, ഗാർലിക് കാന്താരി മിക്സ്ചർ, ഇതൊക്കെ എന്താണ്? ജൈവ കീടനാശിനികളാണ്. പുകയില കഷായം, വേപ്പെണ്ണ ഇമൽഷനും വെളുത്തുള്ളിയൊക്കെ. ഓക്കെ, ബട്ട് രാസ കീടനാശിനികൾ ഏതൊക്കെയാണ്? ഈ DDT, എൻഡോസൾഫാൻ, ഇതെല്ലാം കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആണ്. What are the different methods of pest control in plants? നമുക്ക് ഏതൊക്കെ രീതിയിൽ സസ്യങ്ങളെ ബാധിക്കുന്ന കീടങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും എന്ന് പല മെത്തേഡ്സ് ഉണ്ട്. അതിലെ ഡിഫറെന്റ് മെത്തേഡ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ബയോളജിക്കൽ കൺട്രോൾ ആണ്, ജൈവ നിയന്ത്രണമാണ്. ലൈക്ക് ലേഡി ബഗ് ഈസ് ആൻ ഇൻസെക്ട് വിച്ച് ഈറ്റ്സ് ദ പെസ്റ്റ് ദാറ്റ് ഗ്രോ ഓൺ പ്ലാന്റ്സ്. നമുക്കറിയാം ചെടികളിൽ എന്താണ് വളരുന്ന ഒരു സൈസ് ഇൻസെക്ട് ആണ് ലേഡി ബഗ്. ഇതെന്ത് ചെയ്യുന്നു? ഇത് പെസ്റ്റിനെ അത് ഈറ്റ് ചെയ്യുന്നുണ്ട്. സോ അതെന്താണ്? അതൊരു ടൈപ്പ് ബയോളജിക്കൽ കൺട്രോൾ ആണ്. പിന്നുള്ളത് മെക്കാനിക്കൽ കൺട്രോൾ. അതെന്താണ്? The method of controlling pest by removing them manually or using trap is called mechanical control. കെണികൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് പെറുക്കി മാറ്റിയോ കീടങ്ങളെ നിയന്ത്രിക്കുന്ന മെത്തേഡാണ് മെക്കാനിക്കൽ കൺട്രോൾ. പെസ്റ്റിസൈഡ്സ് എന്താണ്? കീടനാശിനികൾ. കീടനാശിനികൾ രണ്ട് ടൈപ്പാണ്, കെമിക്കലും ഉണ്ട് ഓർഗാനിക്കും ഉണ്ട്. സോ കെമിക്കലാണ് നമ്മൾ കെമിക്കൽ സബ്സ്റ്റൻസ് വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന അതാണ് രാസകീടനാശിനികൾ.
അതുപോലെ ഓർഗാനിക് പെസ്റ്റിസൈഡ്സ്, ജൈവ കീടനാശിനികൾ എന്താണ്? ആർ കമ്പാരിറ്റീവ്ലി ലെസ് ഹാംഫുൾ ദാൻ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. രാസ കീടനാശിനികളെ അപേക്ഷിച്ച് ദോഷം വളരെ കുറവാണ് ജൈവ കീടനാശിനികൾ. ഓക്കെ, സോ അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ഹൗ ടു പ്രിപ്പയർ ടുബാക്കോ ഡിക്കോക്ഷൻ. എങ്ങനെയാണ് നമുക്ക് പുകയില കഷായം നിർമ്മിക്കാൻ കഴിയുന്നത്? ഇത് നിങ്ങളൊന്ന് റീഡ് ചെയ്യണം കേട്ടോ. ചിലപ്പം ഇത് എക്സ്പെരിമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എക്സാമിന് വരാൻ വളരെ ചാൻസ് ഉള്ളതാണ്. ആ ഒരു ഇത് റീഡ് ചെയ്തിട്ട് അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. എന്ത് ചെയ്യണം? നമ്മൾ 100 ഗ്രാം നമ്മൾ പുകയില ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മളൊരു 1.5 ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം മൊത്തം നമ്മളത് കുതിർത്ത് വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് പിഴിഞ്ഞ് നമ്മൾ അരിച്ചെടുക്കണം. സ്ക്വീസ് ചെയ്തിട്ട് നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൽ 10 ഗ്രാം നമ്മൾ ബാർ സോപ്പ് നമ്മൾ ഡിസോൾവ് ചെയ്യണം, അതായത് ലയിപ്പിക്കണം. ടുബാക്കോ ഡിക്കോക്ഷൻ ഈസ് റെഡി നൗ. ഇങ്ങനെ നമുക്ക് പുകയില കഷായം തയ്യാറാക്കിയെടുക്കാം. നമ്മളിത് എങ്ങനെ യൂസ് ചെയ്യുന്നത്? ഡൈല്യൂട്ട് ഇറ്റ് ബൈ ആഡിങ് ട്വൈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആൻഡ് സ്പ്രേ ഓൺ പ്ലാന്റ്സ്. നമ്മളിതിൽ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച ചെടികൾക്ക് നമുക്ക് തളിക്കാൻ ഉപയോഗിക്കാം. ഹൗ ക്യാൻ വീഡ്സ് ബി കൺട്രോൾഡ്? കളകളെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും? Application of weedicides, picking weeds by hand by chopping and dropping weeds. കളനാശിനി ഉപയോഗിച്ച് നമുക്ക് വീഡ്സിനെ കൺട്രോൾ ചെയ്യാം, കളകളെ നിയന്ത്രിക്കാൻ പറ്റും. അതുപോലെ കൈകൊണ്ട് നമുക്ക് പറിച്ചു മാറ്റി നിയന്ത്രിക്കാം. അതുപോലെ നമുക്ക് വെട്ടി മാറ്റാം. അതർ അഗ്രികൾച്ചറൽ സെക്ടേഴ്സ്. എന്തൊക്കെയാണ് മറ്റ് കാർഷിക സംരംഭങ്ങൾ? യെസ്, സെറികൾച്ചർ, റെയറിംഗ് സിൽക്ക് വോം, പട്ടുനൂൽപ്പുഴു വളർത്തൽ. അതുപോലെ ഫ്ലോറികൾച്ചർ, ഗ്രോയിങ് ഫ്ലവേഴ്സ്, പുഷ്പകൃഷി. Apiculture, that is rearing honey bee, തേനീച്ച വളർത്തൽ. Pisciculture, that is rearing fishes, മത്സ്യകൃഷിയാണ്. പിന്നുള്ളത് എന്താണ്? ക്യൂണികൾച്ചർ, ദാറ്റ് ഈസ് എന്താണ്? റെയറിംഗ് റാബിറ്റ്സ്, മുയൽ വളർത്തൽ. മഷ്റൂം കൾച്ചർ, കൾട്ടിവേറ്റിംഗ് മഷ്റൂം, കൂൺ കൃഷി. പോൾട്രി ഫാമിംഗ്, അതാണ് കോഴി കൃഷി, റെയറിംഗ് പോൾട്രി. ലിവ് സ്റ്റോക്ക് റെയറിംഗ്, ദാറ്റ് ഈസ് റെയറിംഗ് കാറ്റിൽ, കന്നുകാലി വളർത്തൽ. സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമന്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, സോ കമ്മിങ് ഡേയ്സിൽ ഞാൻ മറ്റുള്ള എല്ലാ സബ്ജക്റ്റിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. So don't forget to subscribe and share with your friends. See you in the next video. Till then, bye. Thank you.